നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തോന്നും നമ്മൾ ചെയ്യണമെന്ന്. അത് തന്നെയാണ് മായയുടെ ട്രാപ്പ് TRAP. അതായത് എല്ലാം നമ്മൾ ചെയ്യുന്നു തോന്നിപ്പിക്കുമ്പോഴേ നമുക്ക് ആ ഡ്രാമ ഉള്ളൂ, ജീവിതത്തിൽ ഒരു നാടകമായിട്ടുള്ള ജീവിതം നിലനിർത്താൻ പറ്റുള്ളൂ. ഞാൻ എന്നുള്ള ഒരു വ്യക്തിത്വം അതിൽ വേണം. എല്ലാ കാര്യങ്ങളും നടക്കുന്നു, ഞാനതിന് സാക്ഷിയായി കാണുന്നു എന്ന് പറയുമ്പോൾ ഈ നാടകം പൊളിയും. പിന്നെ നാടകമില്ല, ഡ്രാമയില്ല. ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതായത് നമ്മളെല്ലാം ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മളിലൂടെ എല്ലാം നടക്കുന്നു എന്നുള്ളൊരു ട്രാൻസിഷൻ ഉണ്ട്. ഈ ട്രാൻസിഷനെയാണ് നമ്മൾ അറ്റൈൻമെൻറ്റ് എന്ന് പറയാം. അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സാക്ഷാത്കരിക്കുകയാണ്. ഒരു അവസ്ഥ സാക്ഷാത്കരിക്കുന്നു. അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്യണമെന്ന് തോന്നുന്നതിന് പകരം എല്ലാം എന്നിലൂടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ അത്ഭുതത്തോടെ ജീവിതത്തെ കാണുന്ന ഒരവസ്ഥ. ചെറിയൊരു കുട്ടി ജീവിതത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സ്ഥിരമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കാമെന്ന് വിചാരിക്കും. എല്ലാം സംഭവിക്കുന്നു, ഞാനത് നോക്കി കാണുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു. പക്ഷേ ഇത് ഞാനല്ല ക്രിയേറ്റ് ചെയ്തത്, എനിക്കിതിൽ റോളില്ല. അങ്ങനെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കും. അപ്പോഴേ നമുക്ക് പരമാർത്ഥത്തിന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഞാൻ എൻ്റെ എന്നുള്ള ഈ മായയുടെ മാത്രം ലോകത്ത് സഫർ ചെയ്യും, ഒരുപാട് ബുദ്ധിമുട്ടും. ഈ ലോകത്ത് കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഈ ചിന്താഗതിയാണ്, ഞാൻ എൻ്റെ. അപ്പോൾ അത് വരുമ്പോൾ അതിൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാവിധ ദ്വന്ദ്ങ്ങളും ഉണ്ട്, ഡുവാലിറ്റി ഉണ്ട്. ആ ഡുവാലിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ എപ്പോൾ മനുഷ്യന് പറ്റണോ അന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് എത്തി. ഈ കാര്യം നമ്മൾ അറിയാമെന്ന് വിചാരിക്കുക, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരാളെയും കുറ്റം പറയാൻ തോന്നില്ല, ഒരാളോടും നമുക്ക് വെറുപ്പ് തോന്നില്ല, ഒരു സിറ്റുവേഷനും നമ്മൾ ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം എല്ലാം വരുന്നു പോകുന്നു, ഒന്നും നിലനിൽക്കുന്നില്ല. എല്ലാം സംഭവിക്കേണ്ട സമയത്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ നിലനിൽപ്പും ആ സമയത്തേ ഉള്ളൂ. അതിന് മുമ്പെയോ അതിന് ശേഷമോ ആ ഒരു കാര്യത്തിന് പ്രസക്തിയില്ല. ഇന്നിപ്പോൾ ഞാനിവിടെ 5 മണിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്നു. നാളെ ഇതേ സമയത്ത് ഞാനിവിടെ ആവണമെന്നില്ല, നിങ്ങളിവിടെ ആവണമെന്നില്ല. നമ്മൾ തമ്മിൽ ഈ കാണുന്നതും സംസാരിക്കുന്നതും ഈ സമയത്തിലും ഈ സന്ദർഭത്തിലും മാത്രമാണ്. ആ ലെവലിൽ നമുക്കത് കാണാൻ പറ്റിയാൽ ഈ മുഴുവൻ പ്രപഞ്ചവും ആ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യണം. ടൈം സ്പേസ് ജംഗ്ഷൻ, സ്ഥലവും സമയവും അതിൻ്റെ കൂടിച്ചേരുന്ന അവസ്ഥയിൽ ഒരു കാര്യം സംഭവിക്കുന്നു. അതിന് മുമ്പേ ഇല്ല, അതിന് ശേഷവും ഇല്ല. ഭക്ഷണം മേശപ്പുറത്തിരിക്കുന്ന സമയത്ത് അതിന് ഒരു സ്വാദുമില്ല, അത് കാണുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ നിന്ന് പ്രോബബിളി ഉണ്ടാവാവുന്ന രുചി, അറിയുന്ന രുചി മാത്രം. അത് നാവിൽ തൊടുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറി, അനുഭവമായി. കഴിച്ചു കഴിഞ്ഞാലോ, നമ്മളത് ഇറക്കി കഴിഞ്ഞാൽ അതും പോയി. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ചെറിയ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. ജീവിതം മുഴുവൻ നോക്കിയാൽ നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം എല്ലാം ഓരോ സ്റ്റേജസ് ആയിരുന്നു. ആ സമയത്ത് അതേ സംഭവിക്കാൻ പറ്റുള്ളൂ. അത് പിന്നീടൊരു സമയത്ത് സംഭവിക്കില്ല ഒരു ശരീരത്തിന്. അതൊക്കെ വരണമെങ്കിൽ ഇനിയും ജന്മം എടുക്കണം. പലപ്പോഴും നമ്മൾ ഓരോ സമയത്ത് ഇത് വേണ്ടായിരുന്നു, ഇത് പോരായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ നന്നാവാമായിരുന്നു എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ അതൃപ്തി ഇനിയൊരു ജന്മത്തിലേക്കുള്ള പ്രൊവോക്കേഷനാണ്. ഇപ്പം നമ്മുടെ അതൃപ്തി ഉണ്ടല്ലോ, ഇതിങ്ങനെ ആയിരുന്നില്ല, ഇതിലും ബെറ്റർ ആവായിരുന്നു, അങ്ങനെയല്ല. ആ സമയത്ത് ആ സന്ദർഭത്തിൽ വരുന്ന കാര്യങ്ങളേ നടക്കുകയുള്ളൂ ആ ജന്മത്തിൽ. ഇനി അതിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ബെറ്റർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ജന്മങ്ങൾ എടുക്കുന്നത്. കാരണം ഈ അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇതിലും നന്നായി ചെയ്യാം, ഇപ്പം ചെയ്യുന്നത് ശരിയല്ല. ആ ചിന്ത മാത്രം മതി ഇനിയും ഒരു ജീവിതം എടുക്കാൻ. അപ്പോൾ ഈ സാക്ഷിഭാവം എന്നുള്ള അവസ്ഥ അത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാവുന്നതും കൾട്ടിവേറ്റ് ചെയ്യേണ്ടതുമാണ്. കാരണം ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മൾ വലിയ മഹർഷിമാരെയും ആത്മാക്കളുടെയും അവസ്ഥ അറിയാൻ പറ്റുള്ളൂ.
നമ്മൾ ഈ നാടകത്തിൽ ഇൻവോൾവായിട്ട് ഇരുന്നിട്ട് ഈ നാടകം ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, ഞാനാണിത് എഴുതിയത്. ഓഫ് കോഴ്സ് കർമ്മ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ എഴുതിയത്, പക്ഷെ നമ്മൾ ഇരുന്ന് എഴുതിയതല്ലിത്. നമ്മുടെ ഈ സാഫല്യപ്പെടാത്ത ആഗ്രഹങ്ങളും സബലീകരിക്കാത്ത പല കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടൊരു ജീവിതമാവുക ചെയ്തത്. ഇപ്പോഴും അങ്ങനെയാണ്. ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായേനെ. കാറില്ലാതിരിക്കുമ്പോൾ കാറുണ്ടായിരുന്നെങ്കിൽ സന്തുഷ്ടി ഉണ്ടായേനെ. അത് കഴിഞ്ഞപ്പോൾ വീടിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഇതെല്ലാം കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും അങ്ങനെ നമ്മുടെ അതൃപ്തിയുടെ ലെവലും ആഗ്രഹത്തിൻ്റെ ലെവലും ഉയർന്നുകൊണ്ടോ ചേഞ്ച് ചെയ്തുകൊണ്ടോ ഇരിക്കുക. ഇതെല്ലാം പുതിയ ജന്മത്തിലേക്കുള്ള നമ്മുടെ ഒരു ബ്രിഡ്ജ് പോലെ വരികയാണ്, ഒരു പാലം പോലെ. അതായത് ഇപ്പം ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇനി ചെയ്യാൻ വേണ്ടി ഇനിയും വരുന്നുണ്ട്.